എന്താ വേണ്ടേ? അതാ 2 ചായ. മധുരം ഇടലില്ല. ഇന്നിപ്പോ മധുരട്ട് കുടിച്ച ഒരു ദിവസം ഒരു മധുരട്ട് ചായ കുടിച്ച് വിചാരിച്ചുകൊണ്ട് ഒന്നും വരുമൊന്നുമില്ല. 2 ചായ. കടി എന്താ ഉള്ളത്? പഴംപൊരി, മസാല ബോണ്ട, ഉള്ളിവട, പരിപ്പ് വട, വാഴക്ക ബജ്ജി, മുളക് ബജ്ജി. എനിക്കൊരു പരിപ്പൂടെ വന്നു. പരിപ്പ് വട. എനിക്കൊരു ഉള്ളിവട. ചായ ലൈറ്റ് ചായ മതി. ആയിക്കോട്ടെ. കുറച്ച് സ്ട്രോങ്. നിങ്ങൾക്ക് സ്ട്രോങ്. എനിക്ക് മനസ്സിനോട് റാഹത്തായിരുന്നു. ഹബീബേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെന്താ ഇന്നലെ ഈ വീടിന്റെ മുറ്റത്ത് വരെ വന്നാണ്ട് ഉപ്പാനുണ്ടാക്കി തന്നുകാണ്ട് ഈ എന്ത് കേറാഞ്ഞേ? എനിക്ക് വേറെ 1-2 ചുറ്റുപാടുണ്ടേ. എനിക്കെന്താ ഒരു ഇജ്ജ് ഇന്നലെ ഉപ്പാനായിട്ട് ചാടിച്ചാൻ കൊണ്ടുപോയിന്ന് പറഞ്ഞേ. ഇത് വെറുതെ ഇല്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കലട്ടാ. എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? എങ്ങനെ പറയാതെ ഇരിക്കും? 2-3 ദിവസമായിട്ട് പെരയിൽ ഇജ്ജ് മേടിച്ചു കൊടുത്ത ചായന്റെ മഹിമ മാത്രം ഉപ്പാക്ക് പറയാനുള്ളൂ. അതെടാ, എൻ്റെ ഉപ്പിൻ്റെ ഉപ്പയും സ്നേഹിതന്മാരല്ലേ എന്നാ. നമ്മൾ ജനിക്കണേന് എത്രയോ മുന്നേ അവർ ഈ വെറ്റില കൃഷിയും അതും ഇതൊക്കെ നടത്തിയിട്ടുള്ള സ്നേഹിതന്മാരല്ലേ. മാത്രമല്ല, എൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ ശേഷം എൻ്റെ ഉപ്പല്ലേ എനിക്ക് മുട്ടായിക്ക് പൈസ ഉണ്ടാക്കി തന്നിരുന്നത്. ആ ഒരു രീതിക്കല്ലേ ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചോളൂ. ഞാൻ മാത്രമല്ല, സുഖമില്ലാത്ത ആളല്ലേ. നാട്ടുകാർ കണ്ട എന്താ വിചാരിച്ചാ? മക്കളാരും തിരിഞ്ഞു നോക്കണില്ല എന്ന് വിചാരിച്ചൂലേ? സോറിടാ, ഞാനേ കുടിയിരിക്കല് പറയാൻ വന്നപ്പോൾ അവനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നീ അപ്പോൾ അങ്ങോട്ട് ചായ കുടിക്കാൻ പോയാ അത് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാനൊന്ന് ചോദിച്ചതാണ്. മൂപ്പര് നല്ല ആഗ്രഹിക്കേണ്ട ഒരു ചായ കുടിക്കാൻ. അത് വിചാരിച്ചു കണ്ട് വിളിച്ചതാടാ. സോറിടാ, നീ ഉണ്ടാവില്ല. ഹബീബേ, ഈ പ്രായമായ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ നമ്മൾ ഖേദിക്കേണ്ടി വരും. സത്യം പറഞ്ഞാലേ എനിക്കൊക്കെ എൻ്റെ ഉപ്പാനെയൊന്നും ശരിക്ക് സ്നേഹിച്ചും പരിചരിച്ചും കൊതി തീർന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ.